ന ന ന കൃതണരകാം 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 ന ന ന. നമസ്കാരം. വൈത്താരിയിലേക്ക് സ്വാഗതം. കലാകാര പരമ്പരയിലെ ഇന്നത്തെ അതിഥികൾ കൊട്ടക്കൽ പ്രസാദ്, കൊട്ടക്കൽ ദേവദാസ് എന്നീ കലാകാരന്മാരുടെ ചോദ്യ ഉത്തരങ്ങളാണ് ഇന്ന് നമ്മൾ കാണാനും കേൾക്കാനും പോകുന്നത്. കൊട്ടക്കൽ പ്രസാദ് എന്ന കഥകളി ചെണ്ടകലാകാരനെ കലാമേഖലയിലുള്ള എല്ലാവർക്കും, കലാകാരന്മാർക്കും ആസ്വാദകർക്കും ഒരുപോലെ സുപരിചിതമാണ്. കലാമണ്ഡലത്തിൽ നിരവധി കാലം അധ്യാപകനായിരുന്ന, വകുപ്പ് മേധാവിയായിരുന്ന, പ്രൊഫസറായിരുന്ന കലാമണ്ഡലം പല്ലശ്ശന ചന്ദ്രമന്നാടിയാരുടെ മകൻ. ഗാന്ധി സേവാ സദനത്തിൽ നീണ്ട 11 വർഷത്തോളം അധ്യാപനം നിർവഹിച്ച പ്രശസ്തനായ കലാകാരൻ ചന്ദ്രമന്നാടിയാരുടെ പുത്രൻ ആണ് കൊട്ടക്കൽ പ്രസാദ്. ഞാൻ ആശാനെക്കുറിച്ച് അല്ലെങ്കിൽ ചന്ദ്രമന്നാടി ആശാനെക്കുറിച്ച് കൂടുതൽ പറയാൻ കാരണം കൂടുതലല്ല, വളരെ കുറഞ്ഞുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ്. ആ ഗുരുനാഥൻ്റെ മകനാണ് കൊട്ടക്കൽ പ്രസാദ്. അതോടൊപ്പം തന്നെ ചന്ദ്രമന്നാടി ആശാൻ്റെ ഗുരുനാഥൻ കൊട്ടക്കൽ കുട്ടന്മാരാർ ആശാൻ്റെ ശിഷ്യനും കൂടിയാണ്. അപ്പോൾ കൊട്ടക്കൽ കൃഷ്ണൻകുട്ടി ആശാൻ, കൊട്ടക്കൽ കുട്ടന്മാരാർ ആശാൻ, ഇങ്ങനെ 2 പേരാണ് ഈ കൊട്ടക്കൽ പ്രസാദിൻ്റെ ഗുരുനാഥന്മാർ നാട്യസംഘത്തിലെ പുതിയതും പഴയതുമായ എല്ലാ കഥകൾക്കും കുട്ടിപ്പരിചയമുണ്ട്. പ്രശസ്തരായ ഒട്ടനവധി കലാകാരന്മാരോടൊപ്പം അരങ്ങിൽ പങ്കെടുത്ത പരിചയം അദ്ദേഹത്തിനുണ്ട്. എങ്ങനെയും വിശേഷണങ്ങൾ അധികം പറയാതെ അദ്ദേഹത്തിൻ്റെ കഥകൾ നമുക്ക് കേൾക്കുന്നതാണല്ലോ സുഖം. ഞാനൊന്ന് ആമുഖമായി ചിലത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൊട്ടക്കൽ പ്രസാദിൻ്റെ ജീവിതവും കലയുമായി ബന്ധപ്പെട്ട അദ്ദേഹം എങ്ങനെയാണ് ഇത്തരത്തിൽ ഉയർന്ന് ഒരു കലാമേഖലയിൽ പ്രശസ്തനായത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടെ തന്നെ നമുക്കറിയാം. അത് ചോദിച്ചറിയുന്നത് യാതൊരു പരിചയപ്പെടുത്തലിനും ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത കൊട്ടക്കൽ ദേവദാസ് എന്ന പ്രശസ്തനായ നടനാണ്. ഇപ്പം അദ്ദേഹം നാട്യസംഘത്തിലെ പ്രധാന അധ്യാപകനും കൂടിയാണ്. കൊട്ടക്കൽ ദേവദാസ് നാട്യസംഘത്തിൽ പഠിച്ചു വളർന്ന് അദ്ദേഹം പോലും പ്രതീക്ഷിക്കാതെ ഒരു പക്ഷേ കലാമേഖലയിലെ ഏറ്റവും ഉന്നതനായ സ്ഥാനത്തെത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറയാൻ കാരണം, നാട്യസംഘത്തിൽ താടിവേഷം ആണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. ആ താടിവേഷത്തിലെ അത്ഭുതകരമായ, അല്ലെങ്കിൽ ദേവദാസിൻ്റെ തന്നെ ബുദ്ധിപരമായ, പ്രവൃത്തിപരമായ ഒരു ചിന്തയിലൂടെയും വളർച്ചയിലൂടെയുമാണ് ദേവദാസൻ കലാലോകം അറിയാൻ തുടങ്ങിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പച്ച, കത്തി, മിനുക്ക് തുടങ്ങിയ എല്ലാ വേഷങ്ങളും കൈകാര്യം ചെയ്ത് അത് ആസ്വാദകരെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള പ്രവൃത്തി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മേന്മ. ധാരാളം ശാസ്ത്രീയമായ കഴിവുകൾ കലാമേഖലയിൽ അല്ലെങ്കിൽ കഥകളി മേഖലയിൽ അദ്ദേഹത്തിനുള്ളപ്പോൾ തന്നെ പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തി
അതിന് വളരെ കൗതുകപരമായ ഒരു അവതരണ ശൈലി രൂപപ്പെടുത്തി കഥകളിയിലെ പുതിയ തലമുറയ്ക്ക് കൂടി അല്ലെങ്കിൽ പുതിയ ആസ്വാദകരെ കൂടി തന്നിലേക്ക് അടുപ്പിക്കാൻ ഒപ്പം വളരെ പാരമ്പര്യമായ ആസ്വാദകരെ നിലനിർത്താനും അദ്ദേഹത്തിന് സാധിച്ചു എന്നത് ഒരുപക്ഷെ വാഴയങ്കട എന്ന ആ സ്ഥലത്തിൻ്റെ കൂടി മേന്മയായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. വാഴയങ്കട സ്വദേശിയാണ് കോട്ടയ്ക്കൽ ദേവദാസ്. ഇങ്ങനെയും അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ ഞാൻ അധികം പറയണമെന്നില്ല. ഈ രണ്ട് കലാകാരന്മാരുടെ ചോദ്യ ഉത്തരങ്ങൾ, അവരുടെ കഥകളാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. കഥകളി ചെണ്ട ആചാര്യനും പല്ലശന കലാമണ്ഡലം ചന്ദ്രമന്നാടി ആശാൻ്റെ പുത്രനുമായ PSV നാട്യസംഘത്തിൻ്റെ ചെണ്ട വിഭാഗം മേധാവിയുമായ ശ്രീ കോട്ടയ്ക്കൽ പ്രസാദുമായി നമുക്ക് പ്രസാദിൻ്റെ കലാജീവിതത്തെക്കുറിച്ച് കുറച്ചു നേരം സംസാരിക്കാം. പ്രസാദ്, നമസ്കാരം. പ്രസാദ് ഒരു വലിയ കലാ കുടുംബത്തിൽ നിന്നാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ അച്ഛൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ ചന്ദ്രമണ്ണാടി ആശാൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ കഥകളി മേളത്തിലല്ലെങ്കിലും അല്ലാതെ ഉള്ള മേള വിഭാഗങ്ങളിൽ അദ്ദേഹം മാത്രമല്ല, മേളം എന്ന് തുടങ്ങിയ കലാ വിഭാഗങ്ങളിൽ പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ധാരാളം കലാകാരന്മാരുള്ള ഒരു നാട് പല്ലശന. അവിടെയാണ് പ്രസാദിൻ്റെ ജന്മനാട്. പ്രസാദിൻ്റെ ഈ കലാജീവിതത്തിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? തുടക്കം കുട്ടിക്കാലം മുതലേ ഈ അമ്പലത്തിലെ കൊട്ടുകളും ഉത്സവകാലത്തെ മേളങ്ങളും ദായമ്പയും കണ്ടും അങ്ങനെ കുട്ടിക്കാലത്ത് വളർന്നു. പിന്നെ അത് കുറച്ച് പഠിക്കണം തോന്നി. അങ്ങനെ 7-8 വയസ്സിൻ്റെ ഇതിൻ്റെ ഇടയിൽ മുത്തശ്ശനായ കൃഷ്ണമണ്ണാടിയാർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് മുത്തശ്ശനാണ് ആദ്യം തുടങ്ങി വെച്ചത്. അവിടുന്ന് തായമ്പ പഠിച്ച് പിന്നെ കുറച്ച് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് അന്ന് തായമ്പയ്ക്കല്ല മേളത്തിനാണ് പോയിരുന്നത്. തായമ്പയ്ക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ മേളത്തിനാണ് സ്കൂൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഫസ്റ്റ് കിട്ടിയിരുന്നു. അന്ന് ഫസ്റ്റ് കിട്ടിയ എല്ലാ കലാമണ്ഡലത്തിൽ ഞങ്ങളെ ഒരു മാസം ഫ്രീ ആയിട്ട് പഠിപ്പിച്ചിരുന്നു. അന്ന് അവിടെ കുറച്ച് മേളം പഠിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ ചെയർമാനായ ഒളപ്പമണ്ണ സാറ് അന്ന് പറഞ്ഞിരുന്നു, അവിടെ ചേരുകയാണെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് ഇത് അഡ്മിഷൻ തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും എന്തോ ഒരു മാസം കൊണ്ട് എനിക്ക് അങ്ങനെ അവിടെ വേണം അത്ര വലിയ ഇത് എൻ്റെ മനസ്സിലെന്തോ അങ്ങനെ തോന്നിയില്ല. പിന്നെ അച്ഛന് അങ്ങനെ തോന്നിയതിന് ശേഷമാണ് മരുമാൻ അവിടെ ഉണ്ട്, എന്നാൽ മകനെ കോട്ടയ്ക്ക് മരുമകൻ കലാമണ്ഡലം കലാമണ്ഡലത്തിൽ ചേർന്നു. ഞാൻ SLC കഴിയുന്നവരെ പഠിപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ കോട്ടയ്ക്കിലേക്ക്. അപ്പോൾ അച്ഛൻ പഠിച്ച സ്ഥലത്ത് തന്നെ ആയിക്കോട്ടെ മകനും എന്ന് വിചാരിച്ചിട്ടാണ് അച്ഛൻ എന്നെ കോട്ടയ്ക്കലേക്ക് എത്തിച്ച് കഥകളിക്കൂട്ടിലേക്ക് ആക്കി തന്നു. ഈ മേളം ആസ്വദിക്കാൻ ഉള്ള പല്ലശനക്കാർക്ക് മേളത്തിനോട് കുറച്ച് താല്പര്യം കൂടുതലാണെന്ന് നമുക്ക് എൻ്റെ ഈ 10-40 കൊല്ലം പല്ലശന വന്നിട്ടുള്ള പരിചയത്തിൽ അറിയാം. അവിടുത്തെ നമുക്ക് പല്ലശന പത്മനാഭമാരാർ, പൊന്നൂട്ടമാരാർ മുതൽ ഉള്ള കുറേ, പിന്നെ തിമല ചെണ്ട, ഇതാണ് അവിടുത്തെ കൂടുതൽ ഇടയ്ക്ക, ഇങ്ങനെയുള്ള ഇതിലാണ് അവിടെ കൂടുതൽ താല്പര്യം. അപ്പോൾ ഈ പല്ലശന പത്മനാഭമാരാരുടെയൊക്കെ തായമ്പക മേളം ഒക്കെ അദ്ദേഹം രണ്ടിലും നല്ല മികവ് പുലർത്തുന്ന ആളാണല്ലോ. അദ്ദേഹം പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേളം ഒക്കെ പല്ലശനക്കാരനാകൊണ്ട് ധാരാളം കേൾക്കാനും മേളം കേൾക്കാനും അദ്ദേഹത്തിൻ്റെ ഒപ്പം ചില പൂരങ്ങൾക്ക്
പോയിട്ട് ഒന്നിച്ച് കൂടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, ആ കാലത്ത് കിട്ടിയിട്ടുണ്ട്. അല്ല അതുകൊണ്ടാണോ അന്നത്തെ കാലത്ത് ഈ കഥകളി ചെണ്ടയിലേക്ക് വരണം എന്നുള്ള താല്പര്യത്തെക്കാൾ കൂടുതൽ പിന്നെ കഥകളിയിലേക്ക് കൂടുതൽ തോന്നാൻ കാരണം എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ പല്ലശ്ശന ഉത്സവത്തിന് 4 ദിവസത്തെ 5 ദിവസത്തെ കളി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഇത് കാണാൻ തുടങ്ങിയിരുന്നു, കഥകളി വിഷയമായിട്ട് കാണാൻ തുടങ്ങിയിരുന്നു. പിന്നെ കുറച്ച് ചെണ്ട പഠിച്ചത് കൊണ്ടും അപ്പോൾ ആ കൊട്ടിലേക്ക് ഒരു വാസന എനിക്ക് അന്ന് തോന്നിയിരുന്നു. അപ്പോൾ അച്ഛനും അങ്ങനെ തോന്നിയത് കൊണ്ടാണ് എന്നെ കോട്ടയ്ക്കൽ കൊണ്ടാക്കാം. അന്ന് പല്ലശ്ശനയിലത്തെ ഒരു ചുറ്റുപാട് വെച്ചിട്ട് പല്ലശ്ശനയിൽ നിന്ന് ഇപ്പോൾ മണ്ണാടിയാശാൻ കഴിഞ്ഞാൽ, അച്ഛൻ്റെ കഴിഞ്ഞാൽ പിന്നെ കഥകളി ചെണ്ടയിലേക്ക് വന്ന് കഥകളി ചെണ്ടയിൽ വന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഇതിനായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ നിലനിൽക്കുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് കലാമണ്ഡലം കൃഷ്ണദാസനും ഒന്ന് കോട്ടയ്ക്കൽ പ്രസാദും. അപ്പോൾ ഈ കഥകളി ചെണ്ടയിലേക്ക് വരുന്നതിൽ അച്ഛൻ്റെ ഒരു ചിന്ത അല്ലെങ്കിൽ പ്രസാദിന് ഉണ്ടായിരുന്നോ കോട്ടയ്ക്കിലേക്ക് വന്ന് ചേരണം? അന്നിവിടെ കോട്ടയ്ക്കിൽ പ്രശസ്തനായ കുട്ടമാരാശാൻ്റെ, കലാമണ്ഡലത്തിലാണെങ്കിൽ കൃഷ്ണൻകുട്ടി പുതാളാശാൻ്റെ, മണ്ണാടി അച്ഛൻ്റെ, പിന്നെ അച്ചുണ്ണി പുതാളാശാൻ്റെ, ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷേ അച്ഛൻ പ്രസാദിനെ കോട്ടയ്ക്കിൽ തന്നെ ആക്കാനുള്ള കാരണം അച്ഛൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് കുട്ടമാരാശാൻ്റെ അടുത്ത് അതെ അങ്ങനെ ഒരു മോഹം അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ കലാമണ്ഡലത്തിലുമായി, ഒരാൾ കോട്ടയ്ക്കലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അച്ഛൻ എന്നെ കോട്ടയ്ക്കൽ കുട്ടമാരാശനോട് പറഞ്ഞ് ഇവിടെ ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ കൊണ്ട് ചേർത്തത്. അത് എത്രാമത്തെ വയസ്സിലായിരുന്നു? 16ാമത്തെ വയസ്സിൽ. 16ാമത്തെ വയസ്സിൽ ഇവിടെ കോട്ടയ്ക്കിൽ ഇവിടെ അഭ്യാസം തുടങ്ങി. പ്രസാദിന് അതൊരു കഥകളി ചെണ്ടയിലേക്ക് അഭ്യാസത്തിന് വരുമ്പോൾ അതുവരെ പ്രസാദ് അഭ്യസിച്ച രീതിയിൽ നിന്നൊക്കെ മാറി ശരിക്കും പ്രസാദ് ഒരു ഒരു ചെണ്ടക്കാരനായി മാറുകയാണ് ഇവിടെ വന്നതോടുകൂടി. അതുവരെ പ്രസാദ് ഇതൊരു സൈഡായിട്ടോ അല്ലെങ്കിൽ പഠിത്തം അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇതെന്നുണ്ട്. ഇവിടെ വന്ന ആ പ്രസാദിന് എണ്ണയും കച്ചയും എന്നാ പറയുന്നത്, എന്താ ദക്ഷിണ കൊടുത്ത് പ്രസാദിനെ അഭ്യസിക്കാൻ തുടങ്ങിയത് ആരാ? കുട്ടമാരാശാൻ. ആദ്യത്തെ ഗണപതി കയ്യ് പൊട്ടിച്ച് കുട്ടമാരാശാനാണ്. അപ്പോൾ കോട്ടയ്ക്കൽ കുട്ടമാരാശാൻ്റെ അടുത്ത് നിന്നാണ് പ്രസാദ് ശരിക്കും ചെണ്ടയ്ക്കുള്ള. മറ്റത് മുത്തശ്ശനേ ഉള്ളൂ. അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ടോ? അച്ഛൻ അവിടെ കുറച്ച് കൃഷ്ണദാസനായിട്ട് കൊട്ടിക്കുമ്പോൾ അന്ന് മുത്തശ്ശൻ്റെ തായമ്പയിൽ കുറച്ച് മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അത് അച്ഛൻ ശനി ഞായർ ഒഴിവിന് വരുന്ന സമയത്ത് രണ്ടാളെയും കൂടെ ചിലപ്പോൾ എന്തെങ്കിലും അങ്ങനെ കുറച്ച് കൊട്ടിക്കുമ്പോൾ അപ്പോൾ ഞാനും കൂട്ടത്തിൽ അങ്ങനെ പഠിപ്പിക്കലേ ഉണ്ടായിട്ടുള്ളൂ. പ്രസാദിന് ഇപ്പോൾ അച്ഛൻ മരിച്ചിട്ടിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു. മണ്ണാടിയാശാൻ 25 വർഷമായി. പ്രസാദിൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് പ്രസാദ് കലാമണ്ഡലത്തിൽ പോലെ അല്ല അച്ഛൻ്റെ കൂടെ ഉള്ള കുറച്ച് കളിക്ക് പോയിട്ടല്ല, അങ്ങനെയല്ല, അച്ഛൻ്റെ കൂടെയുള്ള സഹവാസവും. അച്ഛനെക്കുറിച്ച് പ്രസാദിന് എന്താണ് നല്ല നല്ല ഓർമ്മകൾ വരുന്നത്? അച്ഛൻ്റെ പ്രവൃത്തിയെ പറ്റി ഞാൻ മുഴുവനായിട്ട് പറയേണ്ട ഇതല്ല. എനിക്കും ഒരുപാട് അരങ്ങുകളിൽ ഞാൻ ഇങ്ങനെ കൊട്ടുന്നതും ആയിട്ട് എനിക്ക് ഈ കഥകളി കൊട്ടുമായിട്ട് എനിക്ക് അത്ര അടുപ്പം ആയതിനു ശേഷമാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ ഈ കഥകളി കൊട്ടിന് എന്നുള്ളത് ഓരോ അരങ്ങത്തുനിന്നും ചില കഥാപാത്രങ്ങൾക്ക് കൊട്ടുമ്പോഴും നല്ലൊരു അധ്വാനമായിട്ട് കണ്ടിട്ട് ഒരുപാട് അനുഭവങ്ങളും തോന്നിയിട്ടുണ്ട്. അപ്പോൾ പ്രസാദ് കുട്ടമാരാശാൻ്റെ അടുത്ത് ദക്ഷിണ കൊടുത്തിട്ട് അഭ്യാസം തുടങ്ങി. ചന്ദ്രമണ്ണാടി ആശാനും ഇതേപോലെ കുട്ടമാരാശാൻ്റെ അടുത്ത് ദക്ഷിണ കൊടുത്തിട്ട് അഭ്യാസം തുടങ്ങി കോട്ടയ്ക്കിൽ വെച്ചിട്ട്. അപ്പോൾ അച്ഛനും മകനും ഒരു ഗുരുനാഥൻ്റെ അടുത്ത് അഭ്യാസം തുടങ്ങി. അപ്പോൾ ഈ കുട്ടമാരാശാൻ്റെ അടുത്ത് പഠിച്ചു, അച്ഛൻ പഠിച്ചു, പ്രസാദും പഠിച്ചു. അച്ഛൻ്റെ പിന്നിലുള്ള കലാജീവിതത്തെക്കുറിച്ച് കുറച്ചും കൂടിയൊക്കെ അറിയാൻ ഇതുണ്ട്. കാരണം അച്ഛൻ്റെ, അതായത് പ്രസാദിൻ്റെ കുട്ടിക്കാലം, അച്ഛൻ കലാമണ്ഡലത്തിൽ അച്ഛൻ ഇവിടെ ജോലി ചെയ്തിട്ടില്ലല്ലോ. അച്ഛൻ കലാമണ്ഡലത്തിലെ കോട്ടയ്ക്കൽ പഠിച്ച് പിന്നെ ഇവിടെ ജോലി ആവില്ല എന്നുള്ള ഒരു ആ കാലത്ത് അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഒരാൾ ചെണ്ടയ്ക്ക് അന്ന് പെർമനൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ജോലി കിട്ടാൻ സാധ്യതയില്ല.
അങ്ങനെയാണ് അച്ഛൻ സദനത്തിലേക്ക് പോയി എന്നുള്ള ഒരു ഓർമ്മയാണ്. ഏത് കൊല്ലങ്ങളൊന്നും ഓർമ്മയില്ല. പിന്നെ സദനത്തിൽ മണ്ണാടിയാശാൻ അധ്യാപകനായിട്ട് ചെണ്ട ഉണ്ടായിരുന്ന ആ കാലത്താണ് സദനം വാസുവേട്ടൻ, മട്ടന്നൂർ ശങ്കരേട്ടൻ, അങ്ങനെ അവിടെയും ഒരുപാട് ശിഷ്യന്മാർ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ആണ് അച്ഛൻ കലാമണ്ഡലത്തിലെ ഒരു പൊതുവാളാശാൻ്റെ ഒരു ഒഴിവ് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അവിടെ ജോലിയിൽ എന്തോ ഒരു തടസ്സം വന്നതിന് ശേഷമാണ് അവിടുത്തെ ആ ഒരു ഒഴിവിലേക്ക് അച്ഛനെ അവിടെ നിയമിച്ചത്. വാഴയങ്കട കുഞ്ചുനായർ ആശാൻ അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം എന്നോട് എനിക്ക് പറഞ്ഞൊരു ഓർമ്മ ഉണ്ട്. അച്ഛൻ എന്നെ കൊണ്ടുപോയത് വാഴയങ്കട കുഞ്ചുനായർ ആശാനാണ്. കലാമണ്ഡലത്തിലേക്ക് ആ ഒഴിവിലേക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ ചന്ദ്രനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ കലാമണ്ഡലത്തിൽ അധ്യാപകനായിട്ട് പിന്നെ നിയമിക്കുന്നത്. പിന്നെ അച്ഛൻ്റെ ഈ കലാമണ്ഡലത്തിൽ ഇപ്പോൾ അച്ഛനെ പ്രസാദ് കാണുന്നത് അധികവും ശനി ഞായർ കോട്ടയ്ക്കൽ ചേർന്നതിന് ശേഷം അച്ഛനെ കാണൽ കുറവാണ്. കാരണം അച്ഛന് ശനി ഞായർ ഒഴിവാണ്. എനിക്ക് ഇവിടെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ എല്ലാ ഒഴിവിനും വീട്ടിൽ പോകാനുള്ള അനുവാദമില്ല. മാത്രമല്ല ഇവിടെ ചതുർദശി കാലത്ത് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ എല്ലാ ഒഴിവിനും ചോദിക്കാൻ അന്ന് ആശാനോട് ചോദിക്കാനുള്ളൊരു പേടിയുണ്ട്. പോയി വന്നു കഴിഞ്ഞാൽ ആശാന്മാരുടെ ശിക്ഷ പേടിച്ചിട്ടുമൊക്കെ ചോദിക്കാൻ പോകാൻ പേടിയാണ്. കുട്ടന്മാരാശാൻ പിന്നെയും പോയിക്കോളൂ എന്ന് പറയും. എങ്കിലും കൃഷ്ണകുട്ടി ആശാൻ എല്ലാ ഒഴിവിനും പോരുതെന്ന് ആ കാലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കാൻ പോകാനൊരു പേടിയുണ്ട്. എങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഇങ്ങനെ പോവാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ അച്ഛൻ ആ ശനി ഞായറൊക്കെ ആണെങ്കിൽ അന്ന് ചിലപ്പോൾ കാണും. അതല്ലെങ്കിൽ അച്ഛന് ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് ഓണത്തിൻ്റെ ലീവിനൊക്കെ എന്നെ കൂട്ടിയിട്ട് പോകാനും അങ്ങനെ എന്തെങ്കിലും ഒഴിവിന് ചിലപ്പോൾ ആശാനെ കാണാനായിട്ട് ഇവിടെ വരാറുണ്ടായിരുന്നു. അല്ല, പിന്നീട് അച്ഛൻ്റെ കലാജീവിതത്തിൽ അച്ഛൻ ഇപ്പോൾ ധാരാളം കളികൾക്കൊക്കെ പോയിരുന്നതും ഇതൊക്കെ ആയിട്ട്, അപ്പോൾ അതൊക്കെ അങ്ങനത്തെയൊക്കെയുള്ള അച്ഛൻ്റെ ഒരു വല്ലാത്ത ഒരു അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. കാർ വിളിച്ചിട്ടല്ല പോണത്, ബസ്സിന് തന്നെ പോയി അങ്ങനെയൊക്കെയുള്ള. അതെ, അങ്ങനെ ആ കാലത്ത് കലാമണ്ഡലത്തിൽ തന്നെ ഇഷ്ടംപോലെ കളികൾ ഉണ്ടാവും. അത് കൂടാതെ പ്രൈവറ്റ് പറഞ്ഞ പോലെ ചിലപ്പോൾ ഞാൻ ഒഴിവിന് പോയാലും അച്ഛൻ പോയിട്ട് 15 ദിവസമായി അടുപ്പിച്ച് അന്നത്തെ ആ കാലത്ത് ട്രൂപ്പ് കളിയും പ്രൈവറ്റ് കളിയും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ 10-15 ദിവസം 10-20 ദിവസമൊക്കെ ഒന്നിച്ച് കളികൾക്ക് പോയി പങ്കെടുത്തിട്ടുള്ള ഒരു ഓർമ്മകൾ എനിക്ക് ഉണ്ട് എന്നൊക്കെ. അതിൽ വേറൊരു ഇത് കൂടി ചോദിച്ചാൽ ഇപ്പോൾ മണ്ണാടിയാശാൻ്റെ കൊട്ടിൻ്റെ ഘനവും ഉരുളുകോലിൻ്റെ പ്രത്യേകത ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക ആശാൻ്റെ ഒരു പ്രത്യേക ആത്മാർത്ഥമുള്ളൊരു കൊട്ടാണ്. ആർക്കോ വേണ്ടി കൊട്ടണ പരിപാടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. രംഗത്തൊക്കെ എന്താ വേണ്ട വെച്ചാൽ അത് വരുത്തി അങ്ങോട്ട് അതെ അങ്ങനെ ഒരു ചെയ്യാന്നുള്ളൊരു വാശിയാണ്. അതെ. പിന്നെ അപ്പോൾ പ്രസാദിനെ അങ്ങനത്തെ ആശാൻ്റെ സ്വന്തം അച്ഛൻ്റെ ആ കൊട്ടിനെയൊക്കെ പ്രസാദിനെ എത്രണ്ട് ഉള്ളിലേക്ക് ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട്. ശരിക്കും അച്ഛൻ കൊട്ടുമ്പോൾ എല്ലാവരും പറയും അച്ഛൻ ചെണ്ട തോളത്തിട്ടാൽ ഒരു ലോക്കറ്റാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അച്ഛൻ്റെ കയ്യിന് മാത്രമേ കൊട്ടില് വേറെ ശരീരത്തിലേക്ക് യാതൊന്നും തട്ടില്ല എന്നുള്ള ആൾക്കാരെ ഒരുപാട് അച്ഛൻ്റെ കയ്യിൻ്റെ ആ സ്വാധീനം അത് ആ കാലത്ത് സാധനം ചെയ്തതിൻ്റെയും ബുദ്ധിമുട്ടിയതിൻ്റെയൊക്കെ ആയിരിക്കാം. അതൊക്കെ പ്രസാദിന് ശരിക്കും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു വെച്ചാൽ അന്ന് പറയണ കേട്ടിട്ടുണ്ട്. അന്നൊക്കെ സദനത്തിൽ സാധകം ചെയ്യാൻ ടൈം പീസോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല. എന്തോ ഒരു പക്ഷികളോ അല്ലെങ്കിൽ കോഴിയോ അങ്ങനെ എന്തെങ്കിലും ശബ്ദത്തിൽ എഴുന്നേറ്റിട്ടുള്ള ഒരു ഇത് ആ കാലത്ത് പറയണ കേട്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ ആ സദനത്തിലുണ്ടായിരുന്ന കാലത്താണല്ലോ ഇപ്പോൾ നമ്മുടെ സദനം വാസുവാശാനും പിന്നെ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ ഇങ്ങനെയുള്ള സദനം ദിവാരാശാൻ ഒരുപാട് ശിഷ്യന്മാരെ അവിടെ തന്നെയുണ്ട്. പിന്നീട് പിന്നെ അച്ഛൻ്റെ കുടുംബജീവിതത്തിൽ അച്ഛൻ പ്രസാദിനോടുള്ള ഈ ചെണ്ടക്കാരൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു മകൻ എൻ്റെ അതേ ഫീൽഡിൽ വന്നു. മറ്റവരാരും വന്നില്ല. വേറെ 2 ഏട്ടന്മാർ പിന്നെ ചേച്ചിമാരാണ് അവർ. പക്ഷേ ഈ ഒരു മകൻ എൻ്റെ അതേ ഫീൽഡിൽ വന്നു എന്നുള്ള ഒരു അച്ഛന് പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ ആൺമക്കൾ 3 ആളിൽ ഏറ്റവും മൂന്നാമത്തെ ആളാണ് ഞാൻ. അപ്പോൾ ഏട്ടനും ജോലി ഒരുവിധം ഒരു ബാങ്കിൽ അന്ന് ഒരു റെക്കമെൻഡ് മുതൽക്ക് അച്ഛൻ്റെ സ്വാധീനം കൊണ്ടും ഏട്ടന് ബാങ്കിൽ ജോലിയായി. പിന്നെ രണ്ടാമത്തെ ഏട്ടൻ അന്ന് ചെന്നൈയിൽ
എൻ്റെ മൂത്ത സഹോദരൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് അവിടെ തന്നെ ഏട്ടനും ജോലിയായി. പിന്നെ എനിക്കാണ് ജോലി ആവേണ്ടത്. അപ്പോൾ നീ എന്തായാലും കോട്ടയ്ക്കൽ തന്നെ നിൽക്ക്. എനിക്ക് ഇവിടുത്തെ അഭ്യാസങ്ങൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി നല്ല ക്ഷീണം കൊണ്ടും ഒക്കെ 4 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോവാന്നുള്ളൊരു ഇത് അന്നത്തെ ആ കാലത്തെ അഭ്യാസത്തിൻ്റെ ബുദ്ധിമുട്ടും ശിക്ഷയും ഒക്കെ കൂടിയിട്ട് അനുഭവിക്കാൻ വയ്യാണ്ട് ഇത് പോകണമെന്നൊക്കെ വരെ എത്തി. ഞാൻ പോയി. എങ്കിലും അച്ഛൻ്റെ ആ നിർബന്ധം കൊണ്ട് പിന്നെയും എന്നെ ഇവിടെ തന്നെ കൊണ്ട് വിട്ട്. അല്ല, അതിൽ അച്ഛൻ വളരെ സന്തോഷവാനായിരുന്നില്ലേ പ്രസാദ്? അവനവൻ്റെ ഈ അച്ഛന് പിന്നെ ഞാൻ ഇവിടെ ജോലി ആയി എന്നുള്ള ആയപ്പോൾ എനിക്ക് അച്ഛന് വലിയ സന്തോഷമായി. 3 മക്കൾക്കും ജോലിയായി. ഇനി പിന്നെയും മരുമാൻ്റെ കാര്യത്തിൽ അച്ഛന് ഇതുണ്ടായതുള്ളൂ. പ്രസാദിന്റെ കൊട്ടച്ഛൻ കേട്ടിട്ടുണ്ടോ നല്ലോണം? കൂടുതൽ കേട്ടിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അധികം അല്ല, ഒന്നിച്ചല്ലെങ്കിൽ കൂടി പ്രസാദ് അരങ്ങിൽ കൊട്ടുമ്പോൾ പല്ലശന വന്നാലായാലും പല്ലശനയിൽ അച്ഛൻ്റെ കൂടെ കൊട്ടാൻ ഒരു 2 മേളപ്പദത്തിന് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അതിൽ അച്ഛൻ അരങ്ങത്ത് കൊട്ടുമ്പോൾ ശ്രദ്ധിച്ചു വല്ല തിരുത്തോ? ഒരു മകനാണ് കൊട്ടണ അതൊന്നുമില്ല. അച്ഛന് കൊട്ടേണ്ടത് അച്ഛൻ കൊട്ടും, അതിൻ്റെ ഒപ്പം അവിടെ എത്തിക്കോളണം എന്നുള്ള മാതിരിയാണ്. അത്രയും അല്ലാതെ തോന്നിയിട്ടുള്ളൂ. പിന്നെ അച്ഛൻ്റെ ജീവിതം ഇപ്പോൾ പല്ലശന ചന്ദ്രമന്നാടി ആശാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് കഥകളി ലോകത്ത് ഇനിയുള്ള തലമുറയ്ക്കേറ്റ അറിയില്ല എന്ന് പറഞ്ഞാലേ ഉള്ളൂ അത്ഭുതം. മറ്റുള്ളവർക്കൊക്കെ അറിയും തീർച്ചയായും. പ്രസാദ് കോട്ടയ്ക്കൽ വന്നിട്ടുള്ള പ്രസാദിൻ്റെ ഈ കലാജീവിതം, കുട്ടമാരനാശാൻ, പിന്നെ എടുത്തു പറയേണ്ട ഒരാൾ നമ്മുടെ കോട്ടയ്ക്കൽ കൃഷ്ണൻകുട്ടി ആശാൻ. അതെ. കാരണം എനിക്ക് തോന്നുന്നൊരു ഇത്, ഞാനും ആ കാലഘട്ടത്തിൽ അതിന് മുമ്പ് വന്ന ആളാണ്. 2 കൊല്ലത്തെ ഇത് പഠനം കിട്ടിയിട്ടുള്ളൂ. കാരണം എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞ് പിന്നെ 3ാമത്തെ കൊല്ലത്തിൽ ആശാൻ മരിച്ചു. അതെ. അതിനുശേഷം പിന്നെ എന്നെ ഈ അതെടുത്ത് പറയേണ്ട ഒരു കാര്യം എത്തിച്ച് തന്ന കൃഷ്ണൻകുട്ടി ആശാനാണ്. എടുത്തു കണ്ടിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ കോട്ടയ്ക്കൽ കൃഷ്ണൻകുട്ടി ആശാൻ എന്ന ചെണ്ട ആശാൻ, അതായത് ഇവിടുത്തെ പിന്നെ ചെണ്ട മേധാവിയായിരുന്നു. കുട്ടമാരരാശാന്റെ ശിഷ്യനാണ്. മാത്രമല്ല നമ്മുടെ വെള്ളിനേഴി റൂട്ടൂർ ദാമോദരൻ നായർ അച്ഛൻ്റെ ശിഷ്യനാണ്. ദാമോദർ ആശാന്റെ ശിഷ്യനാണ്. അങ്ങനെ ഒരു ഒരു വലിയൊരു ഇതാണ് കിടക്കുന്നത് അതിൽ. പിന്നെ ഇവിടെ വന്നിട്ട് കുട്ടമാരരാശാന്റെ അടുത്ത് ഇവിടുത്തെ ഒരു അഭ്യാസക്രമങ്ങളെ കുറിച്ചിട്ട് പ്രസാദിൻ്റെ ഇതിൽ ഉണ്ടായിരുന്നു. അന്ന് പ്രസാദിൻ്റെ കൂടെ ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ, ഇവിടെ പിന്നെ ചെണ്ടയ്ക്ക് ആരുണ്ടായിരുന്നു, മേലെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള. ഞാൻ പഠിക്കാൻ വരുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായത്. എൻ്റെ മേധ ഉണ്ടായിരുന്നത് കോട്ടയ്ക്കൽ ഉണ്ണീഷേട്ടനാണ്. അദ്ദേഹം 2-3 കൊല്ലത്തെ ഇത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇവിടുന്ന് ജോലിയിൽ നിന്ന് പോകേണ്ടി വന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ എൻ്റെ 5ാമത്തെ കൊല്ലത്തിലാണ് ശശി ഇവിടെ. അല്ല, ആ പ്രസാദ് ഇവിടെ വന്ന് ചേർന്ന് അഭ്യാസം തുടങ്ങിയിട്ടുള്ള രാവിലെ മുതൽക്കുള്ള അഭ്യാസ ക്രമങ്ങളെ കുറിച്ച്. അഭ്യാസം രാവിലെ 3:45 എഴുന്നേറ്റ് കഴിഞ്ഞാൽ 4 മണിക്ക് സാധകം തുടങ്ങിയാൽ ഇവിടെ ചെണ്ടയിൽ സമയമില്ല. ആശാൻ എപ്പോഴും അതൊരു കുട്ടമാരാശാൻ ഉള്ള കാലത്ത് ആദ്യത്തെ 3 കൊല്ലം ആശാൻ 4 മണിക്ക് വന്നാലും ഒരു 5 മണി കഴിഞ്ഞാൽ ആശാൻ കുളിക്കാനും അമ്പലത്തിൽ പോകുകയൊക്കെ ആയിട്ട് ഒരു 5 മണി കഴിഞ്ഞാൽ പോകും. പിന്നെ കൃഷ്ണൻകുട്ടി ആശാൻ്റെ ഇതിലാണ് സാധകത്തിന് ഉണ്ടാവാറുള്ളത്. ആശാനാണെങ്കിൽ 7 മണി 7:30 മണി എന്തായാലും കഴിയും. അന്ന് നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. 7:15 ആയുർവേദശാല സൈറൻ. ആ സൈറൻ കേട്ടാലാണ് കൃഷ്ണൻകുട്ടി ആശാൻ സമയത്രയ്ക്ക് എടോ എന്ന് ചോദിച്ചിട്ട് എന്നാൽ മതി നിർത്തുകാരൻ 8:30 വേറെ തുടങ്ങണ്ടേ അതിന്. അതൊക്കെ ഞങ്ങൾക്ക് ഉള്ള ഓർമ്മയുള്ള ഇതാണ്. അതെ, 8 മണിക്ക് കളരിന്ന് പോകുന്ന ഓർമ്മ എനിക്കുണ്ട്. 8 മണിക്ക് അപ്പോഴും സമയം നോക്കിയിട്ടുള്ള ആശാന് സമയം നോക്കലില്ല. അവിടെ എനിക്ക് ചെയ്യേണ്ടതും കുറേ ചെയ്യിക്കേണ്ടതും അത് കയ്യിൽ വന്നതിന് ശേഷമേ നിർത്തുള്ളൂ എന്നുള്ളൊരു വാശി ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 8:30 അന്ന് തോടയത്തിന് ഇടയ്ക്ക കൊട്ടാൻ പോകണമെന്ന് പറഞ്ഞു ചെയ്തിരുന്നു. ഞാൻ 8 മണിക്ക് കളരിയിൽ നിന്ന് വന്ന ആൾ പിന്നെ ഒന്നിനും എനിക്ക് സമയമില്ല. 8:30 എത്തണമെങ്കിൽ ഇവിടുന്ന് 10 മിനിറ്റ് അങ്ങോട്ട് എത്തണം. അപ്പം ഞാൻ വേഗം പല്ല് മാത്രം തേച്ച് 8:30 ഞാൻ അവിടെ പോയി വെച്ചാൽ അവിടെ ആളെത്തിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശിക്ഷ വേറെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഭക്ഷണമോ കാര്യങ്ങളോ കുളിയോ ഇതൊന്നുമല്ല. അപ്പോൾ വേഗം 8:30 ആവുമ്പോഴേക്കും അവിടെ കളരിയിലെത്തും. പിന്നെ അവിടെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കഥ പുറപ്പാട് തോടയം പുറപ്പാട്
കഴിഞ്ഞ കഥ ഏതാച്ചാൽ ആ കഥ എത്ര സമയം ഉണ്ടെച്ചാൽ അത് കഴിഞ്ഞിട്ടേ അത് നിർത്തുള്ളൂ. ചിലപ്പോൾ 11:30 ആവാം, ചിലപ്പോൾ 12 മണിയൊക്കെ ആവാം. ഞങ്ങളൊക്കെ അന്ന് ചൊല്ലിയാടുന്ന സമയമാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഇവിടെ ഉച്ചയ്ക്ക് ഊട് കഴിഞ്ഞാൽ സംസ്കൃതം മാഷ് വരും. അതിൽ ചെറിയൊരു ഇതിൽ ഇവിടുത്തെ അപ്പോൾ ഇവിടെ വന്ന് ചേർന്ന് ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയായി പ്രസാദ് ഇവിടെ ചേർന്ന് കുട്ടമാരരാശാൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങി. ആ തുടങ്ങിയിട്ടുള്ള ഇവിടുത്തെ അഭ്യാസക്രമങ്ങൾ ഇവിടുത്തെ, അതായത് എങ്ങനെയാണ് ഒരു ചെണ്ടക്കാരനെ കോട്ടയ്ക്കൽ കളരി വാർത്തെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് പ്രസാദ് ഇവിടെ തന്നെയാണ് മെയിനായിട്ടുണ്ടായത്. പ്രസാദ് കുറച്ച് പഠിച്ചിട്ടാണ് വന്നുവെച്ചാലും പ്രസാദിന് ആ പരിഗണന തന്നിട്ടില്ല. പ്രസാദിന് ഇവിടുന്നാണ് തുടങ്ങിയെന്നുള്ള ഛായ തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ ആ തുടക്കം മുതലൊന്ന് ഇവിടെ അഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് 4 മണിക്ക് തുടങ്ങിയാൽ 3:45 എണീച്ച് 4. ഇതിന് വേറൊരു കാരണം കൂടി, ഇനി വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. അത് നമ്മൾ കോട്ടയ്ക്കൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ മാറ്റങ്ങൾ വരികയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് 3:45 എഴുന്നേറ്റാൽ 4 മണിക്ക് കളരിയിലെത്തുക, 4 മണിക്ക് സാധകം ഗണപതി കൈകൊട്ടി സാധകം തുടങ്ങുക. അത് എങ്ങനെ ആദ്യം പുളിമുട്ടിയ കൊണ്ടാണ് കല്ലില് ആണ് ചെയ്യുക. അത് ആദ്യം ഒരു പുളിമുട്ടി ഒരു കയ്യുമായിട്ടാണ് ചെയ്യാറ് തുടക്കം. അത് ഒരു കഷ്ടി 1 മാസത്തോളം രാവിലത്തെ സാധകം അങ്ങനെയായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ മഴ പെയ്ത് നമ്മളിവിടെ അഭ്യാസം തുടങ്ങുന്നത് മഴ പെയ്ത് അന്തരീക്ഷം തണുത്താലാണ്. അതായത് ജൂൺ പകുതിയൊക്കെ ആയാൽ നമ്മൾ തുടങ്ങും. അത് കഴിഞ്ഞാൽ പുളിമുട്ടി കഴിഞ്ഞാൽ പിന്നെ 8:30ക്കുള്ള ക്ലാസ്സിന് പോകുമ്പോഴാണ് ചെണ്ടയിൽ ഒരു അന്ന് ഒരു 1 മണിക്കൂർ പിന്നെയും ചെണ്ടയിൽ തന്നെ സാധകം ചെയ്യും. 8:30ക്ക് ക്ലാസ് തുടങ്ങിയാൽ ഒരു 9:30 വരെ ചെണ്ടയിൽ തന്നെ സാധകം ചെയ്യിച്ചതിന് ശേഷം പിന്നെ തുടങ്ങുന്നത് തായമ്പയാണ്. ഇവിടെ ആദ്യം ഒരാളെ പഠിപ്പിക്കുമ്പോൾ സാധകം ചെയ്യാൻ തക്കിട്ടിയും തരികിടിയും വലന്താക്കിട്ടിയും മറ്റൊക്കെ പഠിപ്പിച്ച് ഇടന്തക്കിട്ടൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്ന ആദ്യമായിട്ട് തുടങ്ങുന്നത് തായമ്പയാണ് കോട്ടത്തിൽ. തായമ്പ അത് കോലിനും കയ്യിനും ഒക്കെ സ്ഥാനം കിട്ടാനും ഈ തായമ്പയിലത്തെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് കളിക്കൂട്ടിലേക്ക് ആവശ്യങ്ങളുണ്ട്. വലന്തൽ അപ്പോൾ അങ്ങനെ തായമ്പയാണ് ആദ്യം പഠിപ്പിച്ച. അത് മുഴുവൻ വെച്ചാൽ അന്നൊക്കെ കുട്ടിക്ക് തായമ്പ എന്നും പറയും. പിന്നെ അങ്ങനെ ഉള്ള ഒരു തായമ്പ വെച്ചാൽ ഒരു അഷ്ടി ഒരു 3.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ കഴിയുന്ന ഒരു തായമ്പ ആദ്യം പഠിപ്പിക്കും. അത് അരങ്ങേറ്റം കഴിക്കലുണ്ടോ? ഇല്ല, തായമ്പ അരങ്ങേറ്റം കഴിക്കലില്ല ഇവിടെ. അത് പഠിപ്പിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതൽ എണ്ണങ്ങളൊക്കെ മാറ്റി കൊണ്ടുവരും. തായമ്പയുടെ ആദ്യത്തെ പഠിച്ചിരുന്ന എണ്ണ അല്ലാണ്ട് ആ നട മാറ്റിയിട്ട് കൊട്ടിക്കലും പിന്നെ ഓരോ എണ്ണങ്ങളുടെ ഇടയിൽ മനോധർമ്മങ്ങൾ ആയിട്ട് പറഞ്ഞു തരലും, അങ്ങനെ ഓരോ സ്ഥാനങ്ങൾ കയ്യിൻ്റെ സ്ഥാനങ്ങൾ ഒക്കെ ആയിട്ട് കൊട്ടിക്കും. 4-ാം കാലത്തിലെ ഇരട്ടി, പിന്നെ പഞ്ചാരിക്കൂറ്, ചെമ്പക്കൂറ്, പിന്നെ അടന്തക്കൂറ്, ഇങ്ങനെ 3 കൂറുകൾ പഠിപ്പിക്കും. അങ്ങനെ തായമ്പ മുഴുവൻ അവസാനങ്ങളിലൊക്കെ കുറേ കൂടി ചേർത്ത് കുറച്ചുകൂടെ സമയം ദീർഘിപ്പിച്ചിട്ടുള്ള തായമ്പ ആകും. അതിനുശേഷമാണ് പിന്നെ കേളി തുടങ്ങുക. പിന്നെ പഠിപ്പിക്കുന്നതാണ് കേളി. അത് നമുക്ക് കഥകളിക്കായിട്ടുള്ള ഒരു കേളി, നമ്മൾ കളിക്ക് പോയാൽ കൊട്ടുന്ന ഒരു കേളിയുണ്ട്. അതിന് മുഖം ഇതാണ് ഉള്ളത് മാറ്റം. ബാക്കിയൊക്കെ സാധാരണ കൊട്ടുന്ന തന്നെയാണ്. അത് പഠിപ്പിക്കും. അതിനുശേഷമാണ് പുറപ്പാട് മേളപ്പതും പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ പുറപ്പാട് മേളപ്പതും കളരിയിലൊക്കെ ഒരു ദിവസേന പുറപ്പാട് കൊട്ടി പിന്നെ അരങ്ങേറ്റം ഇവിടെ ശ്രാദ്ധത്തിൻ്റെ സമയത്താണ് അരങ്ങേറ്റം ഉണ്ടാവുക. ഇവിടുത്തെ കുട്ടികൾ അതെ, ആ സമയത്താണ് അരങ്ങേറ്റം ഉണ്ടാവുക. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമ്മൾ മേളപ്പദം പുറപ്പാട് മേളപ്പദം ആയിട്ട് കളരി തന്നെ കൊട്ടി സ്ഥിരം ചെയ്യിക്കും. അങ്ങനെ അത് പാട്ടും എല്ലാം ആയിട്ടുള്ളൊരു റിഹേഴ്സലായിട്ട് ചെയ്യിക്കാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ കലാശങ്ങളോ അങ്ങനത്തെ ഒന്നും പഠിപ്പിക്കല് പറഞ്ഞു തരുമൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് കൂടുതൽ ഇത് ചെയ്യിച്ചതിന് ശേഷം ബാക്കി സമയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കലാശങ്ങൾ ഇപ്പോൾ ചെമ്പടയിലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും 15 ചെമ്പടയിലത്തെ കലാശങ്ങൾ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. ഇതിൻ്റെ ഒപ്പം തന്നെ
ഇപ്പോൾ പിന്നെ അരങ്ങേറ്റം കഴിയണതിൻ്റെ മുമ്പേ ഇതിനൊപ്പം തന്നെ വല്ല കുട്ടിത്തരം വേഷങ്ങളിലേക്കൊക്കെ കളരിയിൽ എന്തെങ്കിലും കലാശം ചെയ്യാറുണ്ട്. നിങ്ങൾ ആശാനോടെ അല്ലെങ്കിൽ ആരെങ്കിലും കൊട്ടുമ്പോൾ ഇപ്പുറത്ത് നിങ്ങൾ കുട്ടിക്കല് അങ്ങനെയൊക്കെ അത് അപ്പുറത്ത് സീനിയേഴ്സ് ആരെങ്കിലും കൊട്ടുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ മുട്ടിയിൽ അത് അവർക്ക് ചെയ്യണത് നമ്മളെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. ചെണ്ടയിലല്ലാണ്ട് മുട്ടിയിൽ ചെയ്യിച്ച് നമുക്ക് ശീലം വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഥാപാത്രവും രംഗങ്ങളും അവിടെ ഇരുന്ന് അതൊക്കെ മനസ്സിലാക്കാനും പറയുകയും ചെയ്യും, നമ്മളത് മനസ്സിലാക്കും വേണം. അപ്പം അതിനുവേണ്ടി അവിടെ ഇരുത്തി ഇത് ഇപ്പോൾ പുറപ്പാട് മേളപ്പതും അരങ്ങേറ്റം കഴിഞ്ഞു നോക്കിയാൽ ഇവിടെ സ്വതവേ നമ്മൾക്കിപ്പോൾ ഈ ജൂണിൽ തുടങ്ങിയാൽ ഇപ്പോൾ ശ്രാദ്ധം ജനുവരി ലാസ്റ്റോ ഫെബ്രുവരി ആദ്യമായിട്ടോ വരിക, അല്ലെങ്കിൽ ഫെബ്രുവരി പകുതിക്കൊക്കെ ആയിട്ടാണ് നമ്മുടെ സ്ഥാപകൻ്റെ ശ്രാദ്ധം വരിക. ഈ സമയം കൊണ്ട് അരങ്ങേറ്റം കഴിയാറുണ്ടോ അതോ ഒരു വർഷമൊക്കെ പിന്നെയും കഴിഞ്ഞിട്ടാണോ? വെച്ചാൽ എനിക്ക് ഉണ്ടായ അനുഭവം എന്താ വെച്ചാൽ, ഞാൻ വന്ന കൊല്ലത്തിൽ എനിക്ക് ഇതേമാതിരി ജൂണിൽ ക്ലാസ് തുടങ്ങിയിട്ട് ഞാൻ ഡിസംബറിൽ എന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. കാരണം അന്ന് ഇവിടെ നവംബർ ഡിസംബർ ആകുമ്പോഴേക്ക് കളിയുടെ തിരക്ക് കാരണം അന്ന് പിന്നെ അഭ്യാസം ഇല്ല, ഇവിടെ ഇല്ല, അഭ്യാസം ഇല്ല. കാരണം അടുപ്പിച്ച് ആ കാലം മുതൽക്ക് നവംബറിൽ വൃശ്ചിക മാസത്തോടു കൂടി തന്നെ കളികൾ തുടങ്ങിയപ്പോൾ ഇവിടെ ക്ലാസ് ഇല്ലാണ്ടായപ്പോൾ എന്നെ പറഞ്ഞയച്ചു. അപ്പോൾ എൻ്റെ 2ാമത്തെ കൊല്ലത്തിലാണ് എൻ്റെ അരങ്ങേറ്റം ഉണ്ടായത്. ഞാൻ ചേർന്ന 2ാമത്തെ കൊല്ലത്തിലാണ് അരങ്ങേറ്റം ഉണ്ടായത്. പിന്നെ എനിക്ക് ക്ലാസ് തുടങ്ങിയത് പിന്നത്തെ അഭ്യാസ കാലത്താണ് തുടങ്ങിയത്. പിന്നെ ഇത് അരങ്ങേറ്റം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇവിടുത്തെ കണക്ക് പ്രകാരം കളിക്കൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങിയിരുന്നു. കൊണ്ടുപോകാൻ തുടങ്ങി. കാരണം അന്ന് വേറെ ആളില്ലാത്തതുകൊണ്ടും അപ്പോൾ കേളിയും പുറപ്പാടും ഒക്കെ ഉള്ള സമയത്ത് അത് കുട്ടി പിന്നെ രംഗങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ നമ്മളെ ഉറങ്ങാനായി കൊണ്ടുപോകാൻ അല്ല, പക്ഷെ നമ്മൾ രംഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അരങ്ങത്ത് ഉണ്ടാവണം എന്ന് പറയും. അങ്ങനെ കുറേ കളികൾക്ക് ആദ്യം പോലെ തന്നെ പോയിരുന്നു. പിന്നത്തെ പാഠ്യ പദ്ധതി ഞങ്ങൾ എങ്ങനെയാണ്? പിന്നെ ഇത്തരം വേഷങ്ങൾക്ക് കൊട്ടി, പിന്നെ തെരനോക്ക് കാര്യങ്ങളൊക്കെ കുറെ കലാശങ്ങള് തെരനോക്ക് അങ്ങനെയല്ല. അത് നമ്മളിവിടെ കളരിയിൽ ഇവിടെ ഇപ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞു. അരങ്ങേറ്റം വരെ ഒരു കുട്ടിയെ അരങ്ങേറിപ്പിക്കുക എന്നുള്ള അതിന് മെയിനായിട്ട് ഇവിടുത്തെ ഇതിപ്പോൾ പറഞ്ഞു തായമ്പക കൈ നടക്കാനും പല കാര്യങ്ങളും ചെണ്ടയുടെ സ്ഥാനങ്ങളെ കൃത്യമായിട്ട് കുട്ടിക്ക് കിട്ടാനും ഒക്കെ. അത് കഴിഞ്ഞാൽ പിന്നത്തെ കേളി, പിന്നെ പുറപ്പാട് മേളപ്പത്. അപ്പോഴും ഒരു കഥകളിക്ക് കൊട്ടുകാരനായില്ല, പുറപ്പാട് മേളപ്പദം വരെ കൊട്ടി നിൽക്കുന്ന ഒരാളായിരുന്നു. പിന്നെ ഒരു കഥകളി കൊട്ടുകാരനായി മാറ്റുന്ന രീതി പിന്നെ പ്രസാദിൻ്റെ ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെ പോകുന്നു ശരിക്കും? വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ കളരിയിൽ ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുറപ്പാട് മേളപ്പദം കഴിഞ്ഞു. പിന്നെ എന്നെ ആദ്യം പഠിപ്പിച്ചിരുന്നത് ചെമ്പടയിലത്തെ പതിഞ്ഞ വട്ടം വെച്ച കലാശം. അത് കഴിഞ്ഞ് കലാശം ഇരട്ടി. അത് കഴിഞ്ഞ് അതിൻ്റെ 2ാം കാലത്തിലെ ചെമ്പടയിലത്തെ ചെമ്പടയിലെ എല്ലാ കാലത്തിലുള്ള കലാശങ്ങൾ, പിന്നെ ഇടക്കലാശം, അങ്ങനത്തെ ഉള്ള ഇതൊക്കെ പഠിപ്പിച്ച് അതിനുശേഷം പിന്നെ ഇവിടെ ഈ ഇങ്ങനെ ഒരു ഇന്ന കൊല്ലത്തിൽ ഇന്നതേ പഠിപ്പിക്കാവൂന്നുള്ള അങ്ങനെ ഇതും ഇല്ല. ഇവിടെ ശരിക്കും പറഞ്ഞപ്പോൾ നിങ്ങളുടെ ചെണ്ട കളരിയിൽ ശരിക്കും ഒരു സിലബസ് ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് പാഠ്യക്രമം എന്ന് ആശാന്മാരൊരു ഇതിൽ എഴുതി വെച്ചതുണ്ടോ അതോ പറയാതെ പറയുന്ന ഒരു പാഠ്യക്രമം? അല്ല, അങ്ങനെ ഇവിടെ ഒരു ഇതായിട്ട് ചെയ്യാറില്ല. നമുക്കൊരു സിലബസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കൃത്യമായ ഒരു കാലത്ത് ഇല്ലായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് ഇല്ല. പിന്നെ കുറച്ച് കാലത്തിന് ശേഷമാണ് പിന്നെ അത് കൊണ്ടുവന്നുവെങ്കിലും ഇപ്പോഴും അത് മുഴുവൻ നോക്കുന്നില്ല ആരും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ എല്ലാ താളത്തിലെയും കലാശങ്ങളൊക്കെ പഠിപ്പിക്കും. അതിനൊരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നു അധികം കുട്ടികളില്ലല്ലോ ഇവിടെ. ഇല്ല, ഒരു കുട്ടിയൊക്കെയാണ് സ്റ്റുഡൻ്റായിട്ടുണ്ടാവുക, ഒറ്റ കുട്ടി. അതെ അതെ. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടുന്ന ഇങ്ങനെ അപ്പോൾ ഓരോ സമയമാകുമ്പോൾ നിങ്ങളുടെ പ്രകാരം ആ കുട്ടിക്ക് എന്താ വെച്ചാൽ അതിനനുസരിച്ച് അങ്ങനെ ചെയ്യിച്ചിരുന്നു. അങ്ങനെയാണ് പിന്നെ തെരനോക്കുകളും 1ാം കാലത്തിൽ തെരനോക്കും 2ാം കാലത്തിൽ തെരനോക്കും. പിന്നെ ആ തെരനോക്കിൻ്റെ ചില ചടങ്ങുകൾ പതിഞ്ഞപദം തുടങ്ങുക അല്ലെങ്കിൽ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. 5 കൃതീതാം അങ്ങനെയുള്ള അത് ഏതൊക്കെ കഥയിൽ ആണ് വരുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ന കഥയിലൊക്കെയാണ് നമ്മൾ പറയും.
ഇതിപ്പോൾ പിന്നെ നിങ്ങളോട് ബൈഹാർട്ടാക്കണം ആട്ടങ്ങൾ എന്ന് പറയാറുണ്ടോ? എഴുതിയെടുക്കലുണ്ട്. എഴുതിയെടുത്തിട്ട് പദം പഠിക്കാൻ ഉള്ളതുണ്ടോ? പറയും ഇന്നതൊക്കെ പഠിച്ചാലേ ആവുള്ളൂ എന്നൊക്കെ പറയും. ചില നാളെ ഇത് പഠിച്ചിട്ട് വരണം എന്നൊക്കെ പറയും. പിറ്റേ ദിവസം എന്താ ചോദിക്കൊന്നും ഇല്ല വിചാരിച്ചാൽ അങ്ങനെ മുഴുവൻ നോക്കില്ല. അപ്പോൾ എന്തെങ്കിലും രണ്ടക്ഷരം പറയുമ്പോഴേക്ക് സമയം ഇങ്ങനെ ആവും. അപ്പോൾ അത് പിന്നെ നാളെ നോക്കി മതി എന്ന് പറയും. അങ്ങനെ അങ്ങോട്ട് പോകുന്നത്. പിന്നെ മുദ്രകളൊക്കെ മുദ്രകളുടെ പറയാറില്ല. ഇവിടെ വന്ന് നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള കൂടിയിരുന്നിട്ടുള്ള അതെ. അങ്ങനെ അവിടുന്ന് കളരിയിലൊന്നും അങ്ങനെ പഠിപ്പിക്കുക മുദ്ര പഠിപ്പിക്കലോ ഒന്നുമില്ല. അത് പഠിക്കണം എന്ന് പറയും. എഴുതിയെടുക്കേണ്ടത് എഴുതിയെടുക്കണം. കളരിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എന്താ കഥയുണ്ടായി, ആ കഥയ്ക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ദിവസേന എഴുതി വെച്ചാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പം ചിലതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് അന്നൊക്കെ എഴുതി വെച്ചിരുന്നു. ഇന്ന ചടങ്ങുകളൊക്കെയാണ്, ഇന്ന രംഗത്ത് വരുമ്പോൾ ഇന്നതൊക്കെയാണ് കൊട്ടേണ്ടത് എന്നുള്ള ഇതൊക്കെ എഴുതി വെക്കാറുണ്ടായിരുന്നു. പിന്നെ പ്രസാദിന് പിന്നീട് ഇവിടെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രസാദ് അന്നിപ്പോൾ ഉണ്ണീഷേട്ടൻ ഉണ്ടായിരുന്നു, ചെണ്ട കോട്ടയ്ക്കൽ ഉണ്ണീഷേട്ടൻ ഉണ്ടായിരുന്നു. ഉണ്ണീഷേട്ടൻ പ്രസാദിൻ്റെ 4ാമത്തെ കൊല്ലോ 5ാമത്തെ കൊല്ലോ 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ കുട്ടമാരാശാൻ ആളുടെ സമയത്ത് തന്നെ ഇതായിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ പ്രസാദായിരുന്നു ഇവിടെ പരമാവധി ഈ പിന്നെ അണിയല്ല കളരിയിൽ കൊട്ടിയിരുന്നത്. പിന്നെ സ്ഥിരം ഞാൻ തന്നെയായിരുന്നു കൃഷ്ണകുട്ടിയാശാൻ ഇപ്പുറത്തിരുന്ന് കാണിച്ചു തന്ന അങ്ങനെ പ്രസാദിനെ കൊണ്ട് കൊട്ടി. അങ്ങനെ ഞാൻ തന്നെ കൊട്ടിയിരുന്നത്. പുറപ്പാട് മുതൽക്ക് 2 നേരത്തെ ചൊല്ലിയാട്ടത്തിനും അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രൈവറ്റ് പാർട്ട് ടൈം കുട്ടികൾ ഈ കൊട്ടിക്കൽ എന്നുള്ളത് ഇപ്പോൾ പ്രാക്ടിക്കൽ. ഈ തിയറി എന്ന് പറയുന്നത് ഇപ്പോൾ ആശാന്മാർ ഇതിനെക്കുറിച്ച് അത് കഴിഞ്ഞാൽ എഴുതി തരലോ അതിൻ്റെ ഇതിന് വിശദമായിട്ട് അതിൻ്റെ ഇന്ന ഇതെന്ന് കൃത്യമായിട്ടുള്ള ഓരോ സാധനങ്ങൾ ഇവിടെ അങ്ങനത്തെ ഒരു സമ്പ്രദായം വെച്ചാൽ ആശാൻ എഴുതി വെച്ചിട്ടുള്ള ബുക്ക് ഇതൊക്കെ നോക്കി എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എഴുതിയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ അത് പഠിക്കുകയും വേണം, എഴുതി വെച്ചോളൂ എന്ന് പറഞ്ഞാൽ എഴുതി നോട്ട് നമ്മൾ തരാറുണ്ട്. തന്ന് നമ്മളത് തിരിച്ച് എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു അവിടെ കൊണ്ട് കൊടുക്കുക. പിന്നെ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എങ്ങനെ ചെണ്ട അഭ്യാസം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അഭ്യാസത്തിൻ്റെ ക്രമങ്ങൾ ഒന്ന് പറയൂ. ക്രമം കാലത്തെ 3:45 എണീച്ച് 4 മണിക്ക് തുടങ്ങിയാൽ 6-7 മണി എന്നൊക്കെയാണ് സമയം. അത് കഴിഞ്ഞാൽ പിന്നെ 8:30-8:30ക്കുള്ള ചൊല്ലിയാട്ടം ക്ലാസ് ആണ്. അവിടെയാണ് ചൊല്ലിയാട്ടത്തിന് അങ്ങോട്ട് പോകണം. വിശ്വംഭരൻ്റെ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് കളരി. അപ്പോൾ അവിടെയാണ് 8:30 മുതൽക്ക് തോടയം, പുറപ്പാട്, പിന്നെ കഥകൾ. ഏതാ കഥ വെച്ചാൽ ആദ്യാവസാന വേഷവും രാവിലെ ആവുന്ന അധികവും. അതെ അതെ, ഇവിടുത്തെ സമ്പ്രദായത്തിൽ രാവിലെ ആദ്യാവസാന വേഷങ്ങൾ പുരുഷവേഷങ്ങളായിട്ടും വൈകുന്നേരം സ്ത്രീവേഷം. അതെ, അങ്ങനെ ആയിരുന്നു ഒരു സമയത്ത്. പിന്നെ പിന്നെ അതിന് ശേഷം കുട്ടിത്തരം വേഷങ്ങളായി. ഞങ്ങളൊക്കെ അവിടെ കുട്ടികളായിരിക്കുമ്പോഴാണ് പിന്നെ കുട്ടിത്തരം വേഷം. അപ്പോഴൊക്കെയാണ് പ്രസാദിന് ധാരാളം കൊട്ടാനൊക്കെ കുട്ടിത്തരം വേഷങ്ങളൊക്കെ കാലത്ത്. പിന്നെ നിങ്ങൾക്ക് വൈകുന്നേരം അഭ്യാസം. വൈകിട്ട് അന്ന് എനിക്ക് രാത്രി ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ? ഇപ്പോൾ രാത്രി ക്ലാസ് ഇല്ല, രാത്രി അഭ്യാസം ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം കൂടി ഇത് ചോദിക്കട്ടെ. ഇവിടുത്തെ ഒരു ക്രമം ഇങ്ങനെയാണ്. ഇപ്പോൾ രാവിലെ 4 മണിക്ക് തുടങ്ങി ഒരു 6:30-6:45 വരെ എന്ന് കൂട്ടുക. 8:30ക്ക് തുടങ്ങി ഒരു 11:30-11:45-12 മണി വരെ. 3:30ക്ക് തുടങ്ങിയാൽ ഒരു 5:30 വരെ ഉള്ളത്. പിന്നെ രാത്രി എത്ര മണിക്കാണ് അഭ്യാസം? 7:15 തുടങ്ങി 8:45 കഷ്ടി ഒരു 9 മണി വരെയൊക്കെ ഇങ്ങനെ പോകും. അതിനിടയ്ക്ക് പ്രസാദിന് ഞാനൊക്കെ കണ്ടിരുന്നൊരു ഇത് പറയാണ്. നമ്മുടെ ഇവിടുത്തെ കിഴക്കേ കോവിലകത്ത് സുനിൽ രാജ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു തായമ്പക, അന്നത്തെ മാസ്റ്റർ സുനിൽ രാജ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ടായിരുന്നു. കുട്ടന്മാരാശാനാണ് അയാളെ പഠിപ്പിച്ചിരുന്നത്. ഏകദേശം പ്രസാദിൻ്റെ പ്രായം താഴെയാണ്. പക്ഷേ പ്രസാദിന് ഇവിടുത്തെ ഈ 5:30 അത് കഴിഞ്ഞാൽ പ്രസാദ് ഓടിന് കണ്ടിട്ടുണ്ട് അവിടേക്ക്. എനിക്കൊരു സംശയം കൂടി ഞാൻ പറയാനുള്ളൊരു കാരണം, പ്രസാദിന് നാട്യസംഘത്തിൽ നിന്ന് കൃഷ്ണൻകുട്ടിയാശാൻ്റെ അടുത്ത് നിന്ന് ശിക്ഷണം, നാട്യസംഘത്തിൻ്റെ പ്രകാരം കൃഷ്ണൻകുട്ടിയാശാനാണ് പ്രസാദിനെ കൂടുതലും. കുട്ടന്മാരാശാൻ അന്ന് കുറച്ച് മുതിർന്ന ഇതായതുകൊണ്ട് മാത്രമല്ല വേറെ ആൾക്കാരില്ല, ഒരാളറ്റേ ഉള്ളൂ. അപ്പോൾ കൃഷ്ണൻകുട്ടിയാശാനെ ഏൽപ്പിച്ചു. പ്രസാദിന് കൂടുതൽ ഇത് കിട്ടിയിരുന്നത് കുട്ടന്മാരാശാൻ്റെ അടുത്ത് നിൽക്കുക അവിടെ നിന്നാണോ
ശരിക്കും നോക്കിയാൽ കുറേയൊക്കെ വൈകിട്ട് 3:30 മുതൽ 5:30 വരെ ക്ലാസ് കഴിഞ്ഞാൽ കുട്ടമരാസൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് ക്ലാസ്സിന് വന്നിട്ടുണ്ടാവില്ല, ഉച്ചക്കലത്തെ ക്ലാസ്സിന്. അപ്പോൾ ഈ കോവിലകത്ത് അന്ന് ഒപ്പം ഇങ്ങനെ കൊട്ടിയിരുന്ന ഒരു സുനിൽ തമ്പുരാൻ, അദ്ദേഹത്തിന്റെ അച്ഛൻ ഭയങ്കര ഒരു പാട്ടും കൊട്ടും ഒക്കെ അങ്ങനെ ഇഷ്ടമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ മകൻ സുനിൽ. അപ്പോൾ തായമ്പ കൊട്ടിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവരെ രണ്ടാളെയും കൂടെ ഡബിള് കൊട്ടിക്കണം നമുക്ക് ഉത്സവത്തിന് ഇവിടെ എന്ന് പറഞ്ഞ അങ്ങനെ. അപ്പോൾ എന്നോട് 5:30-ക്ക് ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞാൽ കോവിലകത്തേക്ക് ചെണ്ടയും കൊണ്ട് വരണം എന്ന് പറയും. ഞാൻ ഇവിടുന്ന് ചെണ്ടയും കൊണ്ട് പോയി. അവിടെ ആശാൻ അന്ന് ഇവിടെ ഒരു ബേക്കറി കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആശാൻ അവിടെ ഇരുന്ന് ചിലപ്പോൾ 6:30-7 മണിയാകുമ്പോഴേ വരുള്ളൂ. അതുവരെ ഞങ്ങൾ ആശാനെയും കാത്ത് അവിടെ ഇരിക്കും. അങ്ങനെ 7 മണിക്കൊക്കെ തുടങ്ങിയാൽ 9-9:30 വരെയൊക്കെ എനിക്ക് അവിടെ ഈ തായമ്പ കഴിഞ്ഞിട്ടേ അവിടുന്ന് പോരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കുറേ ക്ലാസ്സുകൾ അതെ ഡബിളായിട്ട് അവിടെ കൊട്ടിച്ചിരുന്നു. അപ്പോൾ പ്രസാദിന് ഇപ്പോൾ ഇവിടുത്തെ മേധാവി എന്നുള്ള നിലയ്ക്ക് ഒരു സിലബസിൻ്റെ ആവശ്യം ഇവിടെ ഒരു സിലബസ് വേണം എന്നുള്ളത് ശരിയാണ്. പക്ഷേ സ്റ്റുഡൻ്റ് അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ സ്കൂൾ പഠിപ്പ് തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിരുന്നു. പക്ഷേ നമ്മൾ ഒരു കുട്ടിയെ നമുക്കിപ്പോൾ ആദ്യത്തെ കൊല്ലത്തിൽ നമുക്ക് ഗണപതി കൈയും 4 പാടക കൈകൾ മാത്രമാണ് ആദ്യത്തെ കൊല്ലത്തിൽ പഠിപ്പിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ അപ്പോൾ ഈ ബാക്കിയുള്ള സമയം ക്ലാസ്സിനും ഇതന്നെ ചെയ്തുകൊണ്ട് പോരല്ലോ. അപ്പോൾ ആ പഠിക്കാൻ വന്നിട്ടുള്ള കുട്ടിയും ആ കുട്ടിയുടെ താല്പര്യവും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന നല്ലൊരു കുട്ടിയെ ആയതുകൊണ്ട് നമുക്ക് ആ കുട്ടിക്ക് അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതപ്പോൾ സിലബസ് നോക്കിയിട്ടല്ല, അതായത് ഒരു സിലബസിന്റെ മാത്രമല്ല ഈ ഒരു സ്റ്റുഡന്റേ ഉള്ളൂ. അതെ. അപ്പൊ ആ കുട്ടിയെ പരമാവധി ആ കുട്ടിക്ക് താല്പര്യമുള്ള കുട്ടിയായതുകൊണ്ട് അപ്പൊ ഈ സിലബസിന്റെ അത് അത്ര ശ്രദ്ധിക്കാറില്ല. കാരണം ആ കുട്ടിയുടെ ആവണേനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ സിലബസും ഇതുമായിട്ട് യാതൊന്നും ചെയ്യിക്കാറില്ല. ആ കുട്ടിക്ക് പറ്റുന്നിടത്തോളം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാണ് പതിവ്. ഇപ്പോൾ പ്രസാദ് ഇവിടെ കഥകളി ചെണ്ട വിദ്യാർത്ഥിയായി, പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ജോലിയായി ഒക്കെ വന്ന സമയത്ത് ആശാന്മാരുണ്ട്, കൃഷ്ണൻകുട്ടി ആശാനുണ്ട്. അങ്ങനെ ഉള്ള സമയത്ത് ഇവിടെ ചൊല്ലിയാട്ടം നടക്കുന്നു. ചന്ദ്രശേഖരാശാൻ, ശംഭുമ്രാന്തിരാശാൻ, കൃഷ്ണൻകുട്ടി നായരാശാൻ്റെ കീഴിൽ ശംഭു ആശാൻ, ചന്ദ്രശേഖരാശാൻ, കുട്ടികൃഷ്ണൻ നായരാശാൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതിൽ. അപ്പോൾ പ്രസാദിൻ്റെ ഈ ഇവിടുത്തെ കളരിയിലെ ആ ഒരു കൊട്ടിൻ്റെ രീതി ഇവിടുത്തെ അത് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? കളരിയിൽ പറഞ്ഞ പോലെ തന്നെയാണ് കാലത്ത് ഉള്ള ആദ്യവസാന വേഷങ്ങൾക്ക് കൊട്ടി ഉള്ള അനുഭവങ്ങളും, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ കുട്ടിത്തരം വേഷങ്ങൾക്ക് കൊട്ടിയിട്ടും നമുക്ക് രണ്ടും രാവിലെ ആകുമ്പോൾ കുറച്ച് കൂടെ പേടിച്ചും കൊണ്ട് ചെയ്യേണ്ട ഒരു ഇതൊക്കെയായിട്ട്, വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കുട്ടിത്തര വേഷങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉത്സാഹവും അങ്ങനെ കൊട്ടാൻ ഒരുപാട് കൊട്ടി മുറുകിയിട്ടോ അല്ലെങ്കിൽ കാലം കയറിയിട്ടുള്ള കലാശങ്ങളോ അങ്ങനെയൊക്കെ കൊട്ടിയിട്ടുള്ള ഒരു അനുഭവം വൈകിട്ടാകുമ്പോൾ അതേ ഒരു ഉത്സാഹം തോന്നാറുണ്ട്. അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടുത്തെ പിന്നെ കൊട്ടിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, നമ്മുടെ കളരിയിലെ കാലത്തിൻ്റെ കാലനിർണയത്തിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ധാരാളം പ്രസാദ് കൊട്ട്. ഈ കൊട്ട് ഇതൊക്കെ കളരി സമ്പ്രദായത്തിൽ പിന്നെ എന്താ പറയണ്ടേ എത്രയോ വർഷം ചെയ്തു. ഇവിടുത്തെ വിദ്യാർത്ഥി എന്നുള്ള ഇവിടുത്തെ നിയമപ്രകാരമുള്ളത് കാലം കഴിഞ്ഞിട്ടും വിദ്യാർത്ഥിയെ പോലെ തന്നെ തുടർന്നു പോയി. അത് കഴിഞ്ഞ് നാട്യസംഘ പിന്നെ കളരിയും നാട്യസംഘത്തിൻ്റെ അരങ്ങും ധാരാളം വേണ്ടി വന്നു. കാരണം ആ കാലഘട്ടത്തിൽ ഇപ്പോൾ പ്രസാദ്, കൃഷ്ണൻകുട്ടി ആശാൻ, പ്രസാദ്, പിന്നെ ശശി, ഇങ്ങനെ ആ കാലത്തുണ്ടായിരുന്നു പനമണ്ണ ശശി, നിങ്ങൾ 3 ആളുമായിരുന്നു. അപ്പോൾ ഈ നാട്യസംഘത്തിൻ്റെ കളരിയിൽ നിന്ന് കൊട്ടിയിട്ടുള്ള പ്രസാദിന് നാട്യസംഘത്തിൻ്റെ അരങ്ങിലെത്തുമ്പോൾ പ്രസാദിൻ്റെ അനുഭവം എന്തായിരുന്നു ശരിക്കും? നമുക്ക് കളരിയിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമുക്ക്
അരങ്ങത്ത് പോകുമ്പോഴും ഉണ്ടാവുമ്പോൾ ഉള്ളൊരു സന്തോഷം കൂടുതലുണ്ട്. കാരണം നമുക്ക് കളരിയിൽ നിന്ന് അവരുടെ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അരങ്ങത്ത് പോകുമ്പോഴും അതിൽ നിന്ന് വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് അതിന് കൂടാൻ പറ്റുന്നുണ്ട്. വെച്ചാൽ അവരെന്തൊക്കെയാണ് ചെയ്യണത്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം എന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിന് കൂടി നമ്മൾ ഒപ്പം ആ കൂട്ടായ്മയോടുകൂടെ പോവാറുണ്ട്. അത് നല്ലൊരു അനുഭവമായിട്ട് തന്നെയാണ് തോന്നണത്. അരങ്ങത്തം പോകുമ്പോൾ ഉള്ള അനുഭവം ഒരു ട്രൂപ്പ്, അതെ, സംഘം എന്നുള്ള നിലയ്ക്കുള്ള സംഘം എന്ന നിലയ്ക്ക് നമുക്ക് ആ കൂട്ടായ്മയോടുകൂടെ നമ്മൾ കളരി ചെയ്താൽ തന്നെ അരങ്ങത്ത് അതിലേക്കാൾ അരങ്ങിലൊക്കെ നാട്ടുസംഘത്തിന് മുമ്പത്തെ അരങ്ങിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത എൻ്റെ അനുഭവത്തിൽ പ്രത്യേകത ഉണ്ടായിരുന്നു വെച്ചാൽ മേളപ്പെരുക്കാണ് നല്ലോണ്ടായിരുന്നു. അവസാന കഥയൊക്കെ അങ്ങോട്ട് മേളം കൊണ്ട് ഉള്ള ഒരു ആ കാലത്ത് ഇവിടെ കൃഷ്ണകുട്ടിയാശാനും മേനാശാൻ, ശങ്കരനാരായണ മേനോനാശാനും ഇവരൊക്കെ ഈ രാവിലെ ആകുമ്പോൾ ഒരുപാട് ഉത്സാഹമായിട്ടാണ് അന്നത്തെ കഥകളി അരങ്ങുകളും അങ്ങനെയായിരുന്നു. അപ്പൊ എന്തായാലും അവസാനം ദക്ഷയാഗം പുല്ലരും വരെയുള്ള കളിയായിരുന്നു. അതെ, പുണ്ണേറ്റ് കളിയാവും. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ മേളപ്രധാനമായിട്ടുള്ള കഥകളാവുമ്പോൾ അതിന് മേളം അന്ന് തന്നെ അവർ ചെയ്ത് വെച്ച് പോയിട്ടുണ്ട്. അതിപ്പോഴും നമ്മൾ നിലനിർത്തി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഈ നാട്ടുസംഘം കളരിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ നാട്ടുസംഘം അരങ്ങ്, ഈ നാട്ടുസംഘത്തിൻ്റെ നാട്ടുസംഘത്തിൽ പ്രസാദിന് നിത്യപരിചയമുള്ള ആൾക്കാരാണ് ആശാന്മാരായാലും സഹപ്രവർത്തകരൊക്കെ. ഇതല്ലാതെ പ്രസാദ് വേറെ വേറൊരു ശൈലി വേണ്ട. നമ്മുടെ ഈ വടക്കൻ സമ്പ്രദായത്തിലുള്ള ആൾക്കാർക്ക് തന്നെ കൊട്ടുമ്പോൾ ഇപ്പോൾ കലാമണ്ഡലത്തിലെ സദനത്തിൽ ഇരിങ്ങാലക്കുടയിലുള്ള കലാനിലയത്തിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കൊട്ടുമ്പോൾ പ്രസാദിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നിയിട്ടുണ്ടോ? കുറേ അതിൽ പ്രസാദിന് ശരിക്കും സൂക്ഷ്മമായിട്ട് നോക്കിയാൽ പ്രസാദിന് അതിൽ നമ്മുടെ കൊട്ടും ഇല്ലെങ്കിൽ പ്രസാദിന് ശീലിച്ച കൊട്ടും അവർ ചെയ്യുന്ന കൊട്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ചില അരങ്ങത്തുനിന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇന്നതൊക്കെയാണ് നമ്മൾ കൊട്ടുന്ന, നമ്മൾ പഠിച്ചതെന്ന് ചിലത് വ്യത്യാസം ആയിട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഞാൻ ചിലത് മനസ്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചിലത് ഞാൻ ചില അനുഭവങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടും, അല്ലെങ്കിൽ ഞാൻ കഥാപാത്രം ആരാച്ചാൽ അവരോട് അതിൽ ഇങ്ങനെയൊക്കെ എന്താണല്ലേ ഇനി വേറെ ചെയ്യാനുണ്ടോ എന്ന് ഞാൻ ചിലപ്പോൾ അരങ്ങത്ത് പോയിട്ട് ബുദ്ധിമുട്ടാവരുത് എന്നുള്ള ഇതിൽ ഞാൻ ചിലപ്പോൾ അവരോട് ചോദിക്കും, ഇങ്ങനെ തന്നെ അല്ലേ, അതിൽ വ്യത്യാസം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്.